ഹായ്. ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറിന് ശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ പേര് ദ ഒഡീസി എന്നാണെന്ന് അന്ന് മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ അറിയപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ദ ഒഡീസി. ദ ഒഡീസി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ലോക ഇതിഹാസമായിട്ടുള്ള ഹോമറിന്റെ ഇലിയഡ് ആൻഡ് ഒഡീസി. ആ ഒഡീസി തന്നെയാണ് ഈ ഒഡീസി. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്രാൻഡ് സാധനം ക്രിസ്റ്റഫർ നോളനെ പോലുള്ള ഒരു ഡയറക്ടറിന്റെ കയ്യിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നറിയാൻ അന്ന് മുതൽ നമ്മൾ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. ഇന്നാണ് സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ സത്യത്തിൽ എനിക്കതിൻ്റെ ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഓടിച്ചെന്ന് കാണണം എന്നുള്ള ഒരു ഇതില്ലായിരുന്നു. എങ്കിലും ഇന്ന് എനിക്ക് കാണാൻ പറ്റി, കണ്ടു. ഒരു ഗ്രാൻഡ് ക്യാൻവാസിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റഫർ നോളൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഹിസ്റ്റോറിക് എപ്പിക് ആയിട്ടുള്ള ഒരു കഥ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഡൺകർക്ക്, ഓപ്പൺഹൈമർ ആ ഒരു പാറ്റേണിൽ സിനിമ നിൽക്കും. ഒരിക്കലും അതൊരു മാസ് ആക്ഷൻ ത്രില്ലർ, ട്രോയ് പോലുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ ഒന്നും ആയിരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. എങ്കിലും എനിക്ക് അവസാനത്തെ ആ ട്രെയിലറും മറ്റു കാര്യങ്ങൾ കണ്ടപ്പോൾ സിനിമയെ പറ്റി ഒരു ഡള്ളായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടായത്. ഒരു ഡാർക്ക് ഗ്ലൂമി ആയിട്ടുള്ള ടോണിലുള്ള ഒരു ഭയങ്കര സ്ലോയിൽ മൂവ് ചെയ്യുന്ന നല്ല ലെങ്ത് ഉള്ള അങ്ങനത്തെ ഒരു സിനിമയായിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. അപ്പോൾ എന്ത് പറയട്ടെ, എന്തായാലും ഈ സിനിമ കണ്ടല്ലേ പറ്റൂ. അപ്പോൾ കണ്ടു കളയാമെന്നുള്ള രീതിയിൽ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് എനിക്ക് സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഒട്ടും ബോറടിച്ചില്ല. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഞാൻ തുറന്നു പറയാം, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡൺകർക്കും ഓപ്പൺഹൈമറും നല്ല ബോറടിച്ച സിനിമകളാണ്. പക്ഷെ ഞാൻ അത് പ്രതീക്ഷയാണ് പോയതെങ്കിലും എനിക്ക് ഈ സിനിമ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയില്ല. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, സിനിമ ഞാൻ കരുതിയതുപോലെ അത്ര കോംപ്ലിക്കേഷനോ ഒന്നും ഉള്ളൊരു സിനിമയായിരുന്നില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു പോകുന്ന, ഒരു നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈൽ, ഒരു ഫ്ലോയിൽ തന്നെയാണ് സിനിമ പോകുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തോന്നിയത്, ഇതുവരെ ക്രിസ്റ്റഫർ നോളൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡയലോഗുകൾ ഉള്ളത് ഈ സിനിമയിലാണെന്ന് എനിക്ക് തോന്നി. ഇതിലെ ഡയലോഗുകളൊക്കെ ഒരു സ്കൂൾ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാകത്തിലുള്ള, അത്രയും മാത്രം കോംപ്ലിക്കേഷൻ ഉള്ള ഡയലോഗുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഇദ്ദേഹം ചെയ്ത ഒരു സിനിമയിലും അത്ര സിമ്പിൾ ഡയലോഗ്സ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ല. ഇങ്ങനത്തെ ഒരു കഥ വരുമ്പോൾ വളരെ കോംപ്ലിക്കേഷൻ ഉള്ള ഡയലോഗ്സും കാര്യങ്ങളുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര നല്ല രീതിയിലുള്ള ഡയലോഗ്സ് ആയിരുന്നു. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഡയലോഗ്സിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. സ്ക്രീൻ പ്ലേയും ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ്. സ്ക്രീനിന് വേണ്ടി റിട്ടേൺ ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ്. അപ്പോൾ പിന്നെ കഥയുടെ മൊത്തത്തിൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു കാസ്റ്റാണ് സിനിമയിലുള്ളത്. നമ്മുടെ മാറ്റ് ഡാമൺ, പിന്നെ ടോം ഹോളണ്ട്, ആൻ ഹാത്തവേ, പിന്നെ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ, പിന്നെ ചാർലൈസ് തെറോൺ, അങ്ങനെ വേറെയും ഉണ്ട് ആളുകൾ. ഇങ്ങനെ ഒരു വലിയൊരു കാസ്റ്റാണ് സിനിമയ്ക്കകത്തുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ ചെയ്ത് കുളമാക്കിയോ ഓവറാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്ഷൻ ത്രില്ലർ ആയിട്ടല്ല സിനിമ പോകുന്നത്. സിനിമ പോകുന്നത് ഒരു ഇമോഷണൽ ജേർണി ആയിട്ടാണ്. ഒഡീസിയസിൻ്റെ ആ ഒരു തിരിച്ചുവരവുണ്ട്. നമ്മൾ ആ കഥ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഒഡീസിയസിൻ്റെ തൻ്റെ ഇത്താക്ക എന്ന് പറയുന്ന നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്ന ആ ഒരു കഥ, അതിനിടയിലുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. അഡ്വഞ്ചർ സീൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കൽ കാര്യങ്ങൾ പറയാം. അങ്ങനെ എല്ലാവരും നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ക്യാരക്ടേഴ്സാണ്, ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാവരും അവരവരുടെ റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയാനില്ല. പിന്നെ അടുത്ത് ടെക്നിക്കലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നേരത്തെ പറഞ്ഞിരുന്ന കാര്യം. പൂർണ്ണമായും ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഐമാക്സ് സ്ക്രീനിൽ തന്നെ കാണേണ്ട, എന്നാൽ ഇന്ത്യയിലെ ഒരു സ്ക്രീനിലും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആ സിനിമ കാണാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയെടുത്ത ഒരു പ്രത്യേക ഫോർമാറ്റിൽ പ്രത്യേക രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. മാക്സിമം റിയലിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ഒറിജിനൽ ആയിട്ടുള്ള ഷോട്ടുകളാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ശരിയാണ്. ഞാനിന്ന് ഐമാക്സിലല്ല കണ്ടത്, ഞാനിന്ന് സിനിമാസ്കോപ്പ് സ്ക്രീനിലാണ് കണ്ടത്. സിനിമ കണ്ട് തീർന്നു. ഞാൻ ടെക്നിക്കലി പറയാം, ഒരിക്കലും ഇതൊരു ഐമാക്സിൽ തന്നെ കാണണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയല്ല. അങ്ങനെ സിനിമകൾ വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഐമാക്സിൽ കാണണം എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ സിനിമ എനിക്ക് ഒരിക്കലും ഐമാക്സിൽ ഒരു മസ്റ്റ് വാച്ച് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഐമാക്സിൽ മാരക ടിക്കറ്റാണ്. അതിനുവേണ്ടി ഓടിച്ചെന്ന് ഐമാക്സിൽ തന്നെ കാണണം എന്ന് തോന്നിയ ഒരു സിനിമയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമാസ്കോപ്പ് സ്ക്രീനിൽ തന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ തന്നെ സിനിമ കാണണം. അതിനൊരു പ്രധാന കാരണമുണ്ട്. സിനിമയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, സിനിമ ഭയങ്കര ഡാർക്കാണ്. ഒറിജിനാലിറ്റി കൂട്ടാൻ തന്നെയാണ് ക്രിസ്റ്റഫർ നോളൻ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥ ലൈറ്റിംഗ് ആണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രി കൊട്ടാരത്തിനകത്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു വിളക്കിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അരണ്ട വെളിച്ചത്തിലാണ് പല രംഗങ്ങളും നമ്മൾ കാണുന്നത്. ഇൻക്ലൂഡിങ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻസ് പോലും വേണ്ടത്ര ലൈറ്റിംഗ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെത്ര ക്ലിയർ ഉള്ള സ്ക്രീനിൽ കണ്ടാലും അത് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതൊരു വലിയ ഇതാണ്. എന്നാൽ ഔട്ട്ഡോർ ഷോട്ടുകൾ കുഴപ്പമില്ല. ഈ കടലിന്റെ ഒക്കെ ഷോട്ടുകൾ, ബീച്ചിന്റെ ഷോട്ട്, അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ ഒറിജിനൽ ലൈറ്റിംഗ് ആണ്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പോരല്ലോ, നമുക്ക് എല്ലാം കാണുമ്പോൾ നല്ല നല്ല റിസ്കി ആയിട്ടുള്ള സീൻസ് ഒക്കെ എടുക്കുമ്പോൾ ആ രീതിയിൽ ചെയ്യണ്ടേ. പിന്നെ സൗണ്ട് എഫക്റ്റിന്റെ കാര്യം മാരകമാണ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില മഴ പെയ്യുന്ന ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്ന സീനുകൾ, കടലിലെ മറ്റേ പേമാരി പോലുള്ള സംഭവങ്ങൾ, കപ്പലിന്റെ സീനുകൾ, പിന്നെ മോൺസ്റ്ററിന്റെ 1-2 സീനുകൾ, ഇതിലെല്ലാം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരിക്കും നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്റ്റിൽ തന്നെ കേട്ടറിയേണ്ട ഒരു സാധനമാണ്. വിഷ്വലി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ അദ്ദേഹം ഫോളോ ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഡാർക്ക്നെസ് തോന്നിയത്. അത് ഒരിക്കലും എൻജോയബിൾ അല്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ്. പിന്നെ സൗണ്ടായി, വിഷ്വലായി, ഇനി സിനിമ ഞാൻ പറഞ്ഞല്ലോ ഐമാക്സ് വാച്ച് ആണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സിനിമയുടെ തുടക്കം വളരെ സ്ലോയിൽ ഒരു ക്ലാസ് ഫിലിം പോലെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ഡള്ളാവാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. ഒന്നാമത് ലെങ്ത് കൂടുതലാണ്. 2 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെയാണ് റണ്ണിങ് ടൈം. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ലെങ്ത് ഫീൽ ചെയ്യുമെന്നും ഒക്കെ എനിക്ക് തോന്നി. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ശരിക്കും ഒരു മാസ് ത്രില്ലറിന്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നല്ല ഉഗ്രൻ ക്ലൈമാക്സ് രംഗങ്ങളായിരുന്നു. ലാസ്റ്റൊക്കെ നമുക്കിങ്ങനെ ഒരു 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 ഫീലാണ്, ഒരു എൻഡിന്റെ ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്, ഫാസ്റ്റായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പക്കയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സിനിമ ഒട്ടും ബോറടിച്ചില്ല എന്നുള്ള സത്യമാണ്. അതിന്റെ പ്രധാന കാരണം സിമ്പിൾ ഡയലോഗ്സ്, സിമ്പിൾ പ്ലോട്ട്, പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുമ്പോൾ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു വേഗത, ഒരു സാധാരണ പാറ്റേണിലേക്ക് തിരിയുന്ന ഒരു പോക്ക്. മൊത്തത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഒരിക്കലും ഈ സിനിമയെ പെടുത്തില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം തന്നെയാണ്. തിയേറ്ററിൽ നല്ല എഫക്റ്റീവായി നല്ല ലൈറ്റിങ്ങും സൗണ്ടും ഉള്ളൊരു തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ എനിക്ക് അടുത്ത ചോദ്യം, ഇന്ത്യയിലൊന്നും ഇങ്ങനെയുള്ള സിനിമ നേരെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ക്രിസ്റ്റഫർ നോളൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ഫോർമാറ്റിൽ സിനിമകൾ ചെയ്യുന്നത്? ഒരു സിനിമയെ 2 ഫോർമാറ്റിൽ ചെയ്തുകൂടെ? അല്ലെങ്കിൽ 2 രീതിയിൽ ചെയ്തുകൂടെ? ഫ്രെയിമുകളൊക്കെ കറക്റ്റ് ആക്കുന്ന രീതിയിൽ 2 ഫോർമാറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഇറക്കിക്കൂടെ? എന്തിനാണ് പൂർണ്ണമായ ഐമാക്സിൽ കാണണമെങ്കിൽ ഇന്ത്യക്കകത്ത് കാണാൻ പറ്റില്ല, ഇന്നിടത്തെ കാണാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ വാശി? എത്ര നല്ല നല്ല സിനിമാസ്കോപ്പ് ഫിലിംസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൂടെ? ഒറിജിനാലിറ്റി കയറ്റാം. പക്ഷേ ഞാൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മഹത്തായ സിനിമയായിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാൻഡ്, ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള റിലീസാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഈ സിനിമ ഇറക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഫോർമാറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ടോട്ടലി ഒഡീസി നല്ലൊരു സിനിമ തന്നെയാണ്. ആരും വിചാരിക്കുന്ന പോലെ ഇതൊരു ഭയങ്കരമായ ഒരു എന്റർടൈനറോ ഒരു ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു സിനിമയൊന്നുമല്ല. ഇമോഷണൽ വാല്യൂ കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സ്ലോ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട, സ്ലോ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഡയലോഗ്സ് ഗ്രാസ്പ് ചെയ്യാനും സബ് ടൈറ്റിൽ വേണം. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ആ മൂഡിലെ സിനിമ നമ്മൾ കാണാവൂ. ഒരിക്കലും ഒരു ട്രോയ് കാണുന്ന ഒരു ഫീലിൽ ഈ സിനിമ കാണാൻ ഇരിക്കരുത്. ട്രോയുടെ കഥയും ഇതൊക്കെ ഏതാണ്ട് സെയിം ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ ഹെലൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റി സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മസ്റ്റ് വാച്ചാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കാണേണ്ട പോലെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി.